നമസ്കാരം, ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് നമ്മുടെ മാർച്ചാണ് നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായി തിരുവനന്തപുരത്ത് ശിവൻകുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭൂപ്രായങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാർച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടക്കുന്നത്. രാജ്ഭവനിൽ ഭാരതമാതാവിന്റെ ചിത്രം വച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ അവിടെ ചെന്ന് ഒരു അവഹേളനം കാണിക്കാമെന്ന് നേരത്തെ അതിന്റെ തീരുമാനിച്ച് അത് എഴുതി വെച്ച് അവിടെ ചെന്ന് രാജ്ഭവനെയും ഭാരതമാതാവിനെയും അവഹേളിക്കുന്ന പ്രസംഗം നടത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശിവൻകുട്ടിക്കെതിരെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തമായിട്ടുള്ള സമരങ്ങൾ നടക്കുകയാണ്. ഈ ശിവൻകുട്ടിയെ ആ രാജ്ഭവനിൽ കയറ്റിയ ആൾക്കാരെ വേണം പറയാൻ. കാരണം ഈ നിയമസഭ അടിച്ചു തകർത്ത് ഒരു ഭരണഘടനാ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാതെ അടിച്ചു തകർത്ത് അതിനകത്ത് കോലാഹലങ്ങൾ കാണിച്ച് അതിന്റെ പേരിൽ ഒരു 5 വർഷക്കാലം MLA അല്ലാതെ പുറത്തിരുന്ന് ഇപ്പോ വന്ന സമയത്ത് വീണ്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ശിവൻകുട്ടി ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശിവൻകുട്ടിയുടെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ശിവൻകുട്ടി ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പ് താറുമാറായി കിടക്കുകയാണ്. അങ്ങനെ വകുപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇപ്പൊ പറയുന്നു ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടതല്ല. ഒരു മന്ത്രി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അങ്ങനെ ശിവൻകുട്ടിക്ക് ആദ്യം പ്രോട്ടോകോളാണ് പഠിപ്പിക്കേണ്ടത്. അത് ആദ്യം അവരുടെ പാർട്ടി ക്ലാസുകളിൽ പഠിപ്പിച്ചിട്ട് മതി അടുത്തിനെ ഗവർണർക്ക് നേരെയുള്ള കുതിരകയറ്റം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതമാതാവിനെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു വനിത, ഒരു കൊടിയുമേന്തി നിൽക്കുന്ന ഒരു വനിതയെ എങ്ങനെ ബഹുമാനിക്കാൻ സാധിക്കുമെന്നാണ്. അത് ശിവൻകുട്ടിക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചോ ഭാരതത്തിന്റെ ചരിത്രത്തെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ്. ഭാരതമാതാവ് എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്, ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് വളരെ വലിയ ആവേശം കൊടുത്ത ഒരു രൂപമാണ് ഭാരതമാതയുടെ രൂപം. അത് 1947 ശേഷം ഉണ്ടായതല്ല. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം ഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഭാരതമാതാവിനെയാണ് ഒരു അവഹേളിക്കുന്ന രീതിയിൽ ശിവൻകുട്ടി സംസാരിച്ചിരിക്കുന്നത്. ഒരു വനിത, ഒരു കൊടിയേന്തി നിൽക്കുന്ന വനിത, അത് യഥാർത്ഥത്തിൽ അത് സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇല്ല ഒരു വനിതയ്ക്ക് കൊടി പിടിച്ചിരുന്നത് എന്താണ് കുഴപ്പം? ഒരു ഭാരതത്തിന്റെ സങ്കല്പം എന്താണ്? ഒരു മാതൃ ഭാരതമാതാവ് എന്ന് പറയുന്ന അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും എന്നുള്ള സങ്കല്പം. അങ്ങനെ അമ്മയുടെ മക്കളാകുമ്പോഴാണ് നമ്മളെല്ലാവരും ഭാരതമാതാവിന്റെ മക്കളായിത്തീരുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത്. ഇതൊന്നും അംഗീകരിക്കാൻ ശിവൻകുട്ടി കഴിയില്ല, ശിവൻകുട്ടിയുടെ പാർട്ടിക്കും കഴിയില്ല. ഇപ്പോൾ അവരുടെ എല്ലാ തരത്തിലുമുള്ള ആദർശമെല്ലാം പോയി. എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ഇടയിൽ കുറച്ചു ദിവസം ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കി പിടിച്ചു നിൽക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് ശിവൻകുട്ടിക്കും CPIM എന്നുള്ള പ്രസ്ഥാനത്തിനും ഈ കേരളത്തിലുള്ളത്. നമ്മൾ നോക്കൂ, ഈ ഭാരതത്തിൽ നടന്നിട്ടുള്ള എല്ലാ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നത് CPIM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന സമയത്ത് അഫ്സൽ ഗുരുവിന് വേണ്ടിയിട്ട് ഭാരതമൊട്ടാകെ സമരം ചെയ്ത ആരാണ്? 370ാം വകുപ്പ് റദ്ദാക്കിയപ്പോൾ ഇന്ന് പാകിസ്ഥാനിൽ പോലും ഒരു പ്രകടനം നടന്നില്ല. പക്ഷേ കേരളത്തിലെ DYFIക്കാരാണ് ഈ 370ാം വകുപ്പ് റദ്ദാക്കിയതിനെതിരെ സമരം ചെയ്തു.
അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് എന്നും വെല്ലുവിളിയാണ് CPM എന്ന് പറയുന്നത്. എന്നും വെല്ലുവിളിയാണ് CPM എന്ന് പറയുന്ന MLA-മാർ, അവരുടെ മന്ത്രിമാർ. അതിനുള്ള ഏറ്റവും ഉത്തമമായിട്ട് ഉദാഹരണമാണ് ഇപ്പോൾ രാജ്ഭവനിൽ നടന്നത്. ഇത് വളരെ ആസൂത്രിതമായിട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ പാർലമെന്റിൽ നോക്കിയാൽ നമുക്കറിയാം, അവിടെ ഭാരതമാതാവിനെ പൂജിക്കുന്നു. MP-മാർ അവർ MP-യുടെ കാലാവധി തീർന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാവർക്കും കൊടുത്തത് ഭാരതമാതാവിന്റെ ചിത്രമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അത് CPM-ന്റെ MP-മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഭാരതമാതാവിനെ അവഹേളിക്കുന്നതിലൂടെ ഭാരതത്തെയാണ് അപമാനിക്കുന്നത്, ഭരണഘടനയാണ് അപമാനിക്കുന്നത്. ഭാരതത്തിലെ ഓരോ മനുഷ്യരെയും അപമാനിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയ ശിവൻകുട്ടിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതിന് അത് മുഖ്യമന്ത്രി തയ്യാറാകണം. അതെങ്ങനെ പറയാനാണ്? മുഖ്യമന്ത്രിയാണല്ലോ ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ നടക്കുന്ന എല്ലാ മന്ത്രിമാരെയും അഴിച്ചുവിട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് പോക്കത്തരമാണോ കാണിച്ചോ, ചാവാൻ പോകുന്ന കപ്പലാണ്. ഈ കപ്പലിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് കാശുവാരി രക്ഷപ്പെട്ടു പോകാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭാരതത്തിൽ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം ഭരിച്ചിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഇന്ന് ബംഗാളിലോ ത്രിപുരയിലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അവർക്ക് അവരുടെ പതാക ഒന്ന് ഉയർത്താൻ പോലും സാധിക്കാത്ത തരത്തിൽ ഈ പ്രസ്ഥാനം തകർന്നെത്തിയത് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ CPIM-ന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ശിവൻകുട്ടി ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ അവസാനിപ്പിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരം ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ സംഘടിപ്പിക്കും. ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല. നിയോജക മണ്ഡലത്തിൽ നേമത്ത് MLA എന്നുള്ള നിലയ്ക്ക് ശിവൻകുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഈ ജൽപ്പനങ്ങൾ അവസാനിപ്പിച്ച് ഭാരതമാതാവിനെ പൂജിക്കുന്ന തരത്തിലേക്ക് ശിവൻകുട്ടി എത്തിയില്ലെങ്കിൽ ശിവൻകുട്ടിക്ക് വരും ദിവസങ്ങളിൽ അത് കൈപ്പേറിയത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.